ശിങ്കികേന്ദ്രവാ, നോമിനെ ഇന്ദ്രദേവനോട് അത്യാവശ്യമായൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഏഞ്ചൽ, ഇപ്പോൾ ഇന്ദ്രദേവനെ കാണാൻ കഴിയുന്നതല്ല. അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട ജോലിയിലാണ്. കഷ്ടായല്ലോ. എന്തായാലും ഞാനിവിടെ വന്ന വിവരം ഇന്ദ്രദേവനെ അറിയിക്കുക. ഞാനുമപ്പോ ഇട വാങ്ങുകയാണ്. ഒന്നും കാണാനില്ലല്ലോ. ആരെങ്കിലും വരുന്നുണ്ടോ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ശിവകേന്ദ്രവാ, അങ്ങ് എന്താണ് ഇന്ദ്രദേവന്റെ മുറിയിൽ എത്തി നോക്കുന്നത്? അവിടെ എന്തെങ്കിലും ഉണ്ടോ? അയ്യോ, പിടിച്ച് ഞാനൊന്നും ഭയന്നു പോയിട്ടോ. ഏതേകേന്ദ്രവന് എന്താ വേണ്ടത്? എന്താണ് ചിങ്കേന്ദ്രവ ഇത്? ഇതുപോലെയുള്ള വസ്ത്രദാനങ്ങൾ ഇവിടെ ഇല്ലല്ലോ. പതിവില്ലാത്ത കാര്യങ്ങൾ എന്തിനാ ചെയ്യുന്നത്? അതും പോരാഞ്ഞ് ഇന്ദ്രദേവന്റെ മുറിയിലേക്ക് ഒളിഞ്ഞുകൂടി നോക്കുക. ഇന്ദ്രദേവൻ അറിഞ്ഞാൽ ശിക്ഷ ലഭിക്കും. തേതേന്ദ്രവ, ഇതുപോലത്തെ വസ്ത്രധാരണം ഭൂമിയിലുള്ളതാണ്. ഭൂമിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഗന്ധർവനും അറിയാൻ പറ്റും ഇതിന്റെ ഒരു സുഖം. പിന്നെ ഇന്ദ്രദേവന്റെ മുറിയിലേക്ക് ഇത്ര നേരം എത്തി നോക്കിയിട്ടും നാമിനൊന്നും കാണാൻ കഴിഞ്ഞില്ല. വേണമെങ്കിൽ താങ്കളൊന്ന് നോക്കി നോക്കൂ. ഇന്ദ്രദേവൻ വിശ്രമിക്കാൻ പോയതാണല്ലോ. നീങ്ങി നിൽക്കുക, നാം ഒന്ന് നോക്കട്ടെ. രംഭേ, ഇതുവരെയായിട്ടും വസ്ത്രധാരണം കഴിഞ്ഞില്ലേ? ഇപ്പോഴെങ്കിലും ആ നൃത്യം ഒന്ന് നോമിന് കാണിച്ചു തരുമോ? ഇന്ദ്രദേവ, ഭൂമിയിൽ പോയി കണ്ടുപിടിച്ച വസ്ത്രധാരണമാണ് ഞാൻ കളിക്കുവാണ്. അടിയിലൊന്നും ഇട്ടിട്ടില്ലേ? രംഭേ, മതിയാക്ക. മാറാമ്പി അടിച്ച് തീർന്നില്ലേ? എന്ത് വസ്ത്രധാരണം, എന്ത് കോലാഹലം! കാണുമ്പോൾ നാമിന് എന്തൊക്കെയോ തോന്നുന്നു. ആരാ അവിടെ ശബ്ദം കേൾക്കുന്നത്? ആരാ ഒളിഞ്ഞു നോക്കുന്നത്? ഇവിടെ വരിക. എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം എന്റെ അന്തപ്പുറത്തിൽ വന്ന് ഒളിഞ്ഞു നോക്കാൻ? ആരാ അത് ചെയ്തത്? ഇപ്പൊ എനിക്കറിയണം. എനിക്കത് കണ്ടുപിടിക്കാൻ കഴിയില്ലെന്നാണോ വിചാരിക്കുന്നത്? അതിന് ഇന്ദ്രദേവ, അത് താങ്കളുടെ അന്തപ്പുരമല്ലല്ലോ, രംഭയുടെ അന്തപ്പുരമല്ലേ? ചിങ്കന്ദ്രവന്റെ വായിൽ നിന്ന് തന്നെ സത്യം പൊന്ന സ്ഥിതിക്ക് ഞാൻ അങ്ങ് ശിക്ഷ അങ്ങ് നടപ്പാക്കാം. ഇന്ദ്രദേവ, നാമിനോട് ക്ഷമിച്ചാലും ഒരബദ്ധം പറ്റിയതാണ്. പക്ഷെ ഞാനൊന്നും കണ്ടില്ല. ദാ തേതേകേന്ദ്രവനാണ് എല്ലാം കണ്ടത്. ഞാൻ ആ വഴിക്കൊന്നും വന്നതേ ഉള്ളൂ. എനിക്കിപ്പോ ഭൂമിയിലേക്ക് പോവാൻ താല്പര്യമില്ല. എന്നെ ശപിക്കരുത് ദേവ. ഇനി അവിടുത്തെ പെമ്പിള്ളേരൊക്കെ വളർന്നു വരണം എനിക്ക് സെറ്റ് ആവാൻ വേണ്ടി. അതുകൊണ്ട് അത്രയും കാലം ഞാൻ ഇവിടെ നിന്നോട്ടെ. അയ്യോ ഇന്ദ്രദേവ, അറിഞ്ഞുകൊണ്ടല്ല. എന്നെ ശപിക്കരുത്. എന്നോട് ക്ഷമിച്ചാലും മതി. തേതേന്ദ്രവ, ഒന്നും പറയണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി. ശാപം അത് ഞാൻ തരുന്നത് തന്നെയാണ്. ഭൂമിയിൽ പോയി ഒരു മനുഷ്യനായി ജീവിക്കണം. ആ മനുഷ്യനായി ജീവിക്കുമ്പോഴും ഇന്ദ്രലോകത്തെ എല്ലാ നിയമങ്ങളും പാലിച്ചിരിക്കണം. അവിടെ നിയമങ്ങൾ തെറ്റിച്ചാൽ അതിന് കഠിനമായ ശിക്ഷയായിരിക്കും അങ്ങേക്ക് കിട്ടാൻ പോകുന്നത്. ഞാൻ പറയുമ്പോൾ മാത്രമേ ഇന്ദ്രലോകത്തേക്ക് അങ്ങ് വരാൻ പാടുള്ളൂ. പോവുക. എന്തിനാ ജമ്മികേന്ദ്രവ തേതേകേന്ദ്രവന് ഇതുപോലൊരു പണി അങ്ങ് കൊടുത്തത്? പാവമല്ലേ? അങ്ങ് ഒളിഞ്ഞു നോക്കിയതിന് തേതേകേന്ദ്രവനാണല്ലോ. യുങ്കികേന്ദ്രവ, ഞാനതിന് മാത്രം എന്ത് ചെയ്തു? ഞാൻ നോക്കിയെന്ന് ശരിയാ, പക്ഷെ ഞാനൊന്നും കണ്ടില്ലല്ലോ. കണ്ടതല്ലേ തെറ്റ്. ഞാൻ കാണാതെ എന്തിനാ എന്നെ കുറ്റം പറയുന്നേ? ജിമ്മികേന്ദ്രവാ, ഒരുപാടൊന്നും പറയണ്ട അങ്ങ്. ഇവിടുന്ന് പോകുമ്പോ കോഴിത്തര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ യോഗേന്ദ്രവൻ അറിയോ, ഭൂമിയിൽ പോയി വന്നതിന് ശേഷം ജിമ്മികേന്ദ്രവന് ഒളിഞ്ഞു നോട്ടം, പഞ്ചാരയടി, നമ്മുടെ ഇന്ദ്രദേവന്റെ പത്നിയുടെ അടുത്തടക്കാം. ഓ, ഭൂമിയിലായാലും ഇന്ദ്രലോകത്തായാലും സ്ത്രീകൾക്ക് അസൂയും കുശുമ്പിനും അഹങ്കാരത്തിനും ഒരു കുറവുമില്ല. രംഭേ, എന്നെ കുറിച്ച് ഇന്ദ്രദേവനോട് എങ്ങാനും പാര വെക്കാൻ നിന്നാൽ നീയും ഇന്ദ്രദേവനും തമ്മിലുള്ള രാസലീലകൾ അദ്ദേഹത്തിന്റെ പത്നിയോട് നാമം പറഞ്ഞു കൊടുക്കും. മറക്കണ്ട. ഞാൻ ആരോടൊന്നും പറയാനൊന്നും പോകുന്നില്ല. ആദ്യമായിട്ടാ ഇന്ദ്രലോകത്തിന് ശാപവും ഏറി ഞാൻ ഭൂമിയിലേക്ക് പോകുന്നത്. ഞാൻ പോയിട്ട് വരാം. നിൽക്കൂ തേതേകേന്ദ്രവാ, ഈ രത്നക്കല്ല് പിടിച്ചോളൂ. ഇത് സൂക്ഷ്മയോടെ കാത്തു സൂക്ഷിക്കണം. തിരിച്ചു വരുമ്പോൾ ഇത് കൊണ്ടുവരേണ്ടതാണ്. അങ്ങേ നിന്ന് ഇത് നഷ്ടപ്പെടുകയോ നശിക്കുകയോ ചെയ്താൽ ഇന്ദ്രദേവന്റെ കോപത്തിന് അങ്ങിരയാവുന്നതാണ്. ഇത് എന്തിനാണ് നോമന് നൽകിയത്? ഇതുപോലെയുള്ള രത്നക്കല്ലുകൾ ഇവിടുന്ന് പോയ ആർക്കും ഇതുവരെയും കൊടുത്തിട്ടില്ലല്ലോ. ഇന്ദ്രലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് പോകുന്ന ഇടയിൽ അങ്ങയ്ക്ക് ഒരുപാട് അപകടങ്ങൾ നേരിടേണ്ടി വരും. അതിന് പരിഹാരത്തിന് വേണ്ടിയാണ് ഈ രത്നക്കല്ല്.
അങ്ങേത് സൂക്ഷ്മയോടെ കൊണ്ടുവരണം. തേജേന്ദ്രമാ, അവിടുന്ന് അങ്ങ് പോയിട്ട് വരുമ്പോഴേ ഇതുപോലത്തെ വസ്ത്രധാരണങ്ങൾ കുറച്ച് എനിക്ക് വേണ്ടി കൊണ്ടുവരണം കേട്ടോ. വസ്ത്രങ്ങൾ ഞാൻ അധികം അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ കുറച്ച് ലേഡീസിനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ജു, രഞ്ജു, കുഞ്ചു, രചന, അജന, കഞ്ചന. അവരോടൊക്കെ എൻ്റെ ഒരു ഹായ് പറഞ്ഞോണേ. വെറുതെ അല്ല രമ്പ പറഞ്ഞത്, അങ്ങേക്ക് കോഴിത്തരത്തിന്റെ അളവ് 1,00,000 നല്ലോം കൂടിയിരിക്കണു. ഇതിപ്പോ എവിടെയോ നാം വന്ന് പെട്ടത്? ഓ, അല്പവസ്ത്രധാരണികൾ. ഇതുപോലത്തെ വസ്ത്രമല്ലേ രമ്പ ധരിച്ചിരുന്നത്? ഇതെന്ത് കോലം? ഇത് എവിടെയാ ഞാൻ പെട്ടത്? അയ്യോ ഇന്ദ്രദേവാ. ഇതെന്തൊക്കെയോ പാനീയങ്ങൾ ഇരിക്കണ്ടല്ലോ, കുടിച്ചു നോക്കിയാലോ? ഇവിടെ പോയി നോക്കാം. ഏയ് ബേബി, ഓ മൈ ഗോഡ്, ഒരാണിന് ഇത്രയും സൗന്ദര്യം വാരിക്കോരി ദൈവം കൊടുക്കുന്ന എനിക്കറിയില്ലായിരുന്നു. ബേബി, വാട്ട് ഈസ് യുവർ നെയിം? എന്റെ പേര് ടേ. ഇത് ഏതാ സ്ഥലം? നിങ്ങളാരാ? ഓ സോ സ്വീറ്റ്, യുവർ വോയിസ്, you're looking very cute and your voice is cute. Your name is very very cute, my baby. Come with me. Today we will enjoy. ഞാൻ വരുന്നില്ല, എനിക്ക് പോണം. താങ്കൾ ആരാന്നും എനിക്കറിയില്ല, എന്നെ വിട്ടേക്ക്. ബേബി, ടേക്ക് ഇറ്റ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗലോകം കാണാം. കണ്ടെടുത്തോളം എനിക്ക് മതിയായിട്ടായിരിക്കുന്നത് സ്വർഗലോകവും നരകലോകമൊക്കെ. താങ്കൾ തന്നെ കുടിച്ചോളൂ, എനിക്ക് വേണം. അങ്ങനെ പറഞ്ഞ പറ്റില്ല. പിന്നെ ഞാൻ ഇവിടുന്ന് വിടണമെങ്കിൽ ടേക്ക് ഇറ്റ്. തല ചുറ്റുന്നു. ബേബി, ആർ യു ഓക്കേ? എന്നെ വീട് leave me. No baby, I will take care of you. Come with me. Good morning, baby. എന്താ ഉറക്കം ശരിയായില്ലേ? പെയിൻ ഉണ്ടോ? ടാബ്ലറ്റ് തരാം ഞാൻ. താനാരാ? ഞാനിത് എവിടെയാ? ഇത്ര പെട്ടെന്ന് എല്ലാം മറന്നു? ഞാൻ പെട്ടെന്നൊന്നും മറക്കത്തില്ല ഒന്നും. ബേബി, എൻ്റെ കൂടെ എന്നുണ്ടാവോ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി, ഒരുപാട്. അയ്യോ, അപ്പൊ ഇന്നലെ നമ്മൾ 8 പേരും, അയ്യോ അനർത്ഥം സംഭവിച്ചല്ലോ. ഞാൻ മനുഷ്യനല്ല, ഗന്ധർവൻ. വാട്ട്? ഇന്നലത്തെ കേട്ട് ഇറങ്ങിയില്ലോ ബേബി. എന്റെ കേട്ട് ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ നീ പറഞ്ഞ ഞാൻ വിശ്വസിച്ചേനെ. സത്യം പറയാലോ, ഞാൻ ഒരുപാട് പേരുടെ ഇന്റിമേറ്റ് ആയിട്ടുണ്ട്. നൈറ്റ് എനിക്ക് ഓരോരുത്തർ വേണം. ബട്ട് ഫസ്റ്റ് ടൈമാ തന്നെ പോലെ ഒരാള് എന്നും കൂടെ വേണം തോന്നുന്നത്. തന്നെ കണ്ടപ്പോൾ തന്നെ ഐ ലൈക്ക് ഇറ്റ്. തൻ്റെ ക്യൂട്ട്നെസ്സും എല്ലാം. മൈ ബോയ് ഫ്രണ്ട്, ലൈഫ് ലോങ് ആൻഡ് ആഫ്റ്റർ മൈ ഹസ്ബൻഡ്. വിശ്വസിക്കൂ, ഞാൻ ഗന്ധർവനാ, മനുഷ്യനല്ല. എന്താ എന്നെ വിശ്വസിക്കാത്ത? വിശ്വസിക്കുന്നുണ്ട് ബേബി, റിലാക്സ്. ഇപ്പൊ നമുക്ക് പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. കം ബേബി. എന്നെ വിട്ട് പോകരുത്. ഈ ലോകത്ത് ഞാൻ തനിച്ച.
എനിക്കിപ്പോൾ ഒരു കൂട്ട് കിട്ടിയ പോലെ തോന്നാം. ഇതുവരെയായിട്ടും ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആരെയും കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ല. പ്രോമിസ് മീ തേത്തെ, യു ഡോണ്ട് ലീവ് മീ. പ്രോമിസ്, ഞാൻ പോകില്ല ഒരിക്കലും. തൻ്റെ പേരെന്താ? JK. JK, അവൻ എനിക്ക് പുതിയൊരു അനുഭവമായിരുന്നു. എന്തെന്നില്ലാത്തൊരു സ്നേഹം എനിക്ക് അവനോട് തോന്നിത്തുടങ്ങി. ഇന്ത്യൻ ലോകത്തുള്ള ഓർമ്മകളെല്ലാം അവൻ കാരണം എന്നിൽ നിന്നും മാഞ്ഞു തുടങ്ങിയിരുന്നു. വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേയില്ല. അയ്യോ, നല്ല ചൂടെടുക്കുന്നു. ദീദി, അയ്യോ, എന്താ പറ്റിയത്? വാട്ട് ഹാപ്പൻഡ്? എന്താ പറ്റിയ? നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോവാം. അയ്യോ, ഓക്കെ. എവിടെ പോയിട്ടും കാര്യമില്ല JK. ദേവൻ എന്നെ ശിക്ഷിക്കുന്നതാ. ഞാൻ നിയമങ്ങൾ തെറ്റിച്ചു. എന്തൊരു ലോകത്തെ നിയമങ്ങൾ ഞാൻ തെറ്റിച്ചു. ഓ, കുറെ കേൾക്കുന്ന തെറ്റി. എന്തൊരു ലോകം, ഗന്ധർവ ലോകം. നിന്നെ ആദ്യം വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ കാണിക്കണം. അതിനു മുന്നേ നിന്റെ ഡോക്ടറെ കാണിക്കാൻ പോവാ. നീ മീത്തൊക്കെ ചുവന്നിരിക്കുന്ന കണ്ടില്ലേ? റെഡിഷ് ആയി. എന്തെങ്കിലും അലർജറ്റിക് ആയതായിരിക്കും. വാ എന്റെ കൂടെ. ഞാൻ എവിടേക്കും ഇല്ല. ഗന്ധർവ. ഓ, ഒരു സ്റ്റോറി തന്നെ താങ്ങാൻ വയ്യ. ഇനി ഇതേത് ഗന്ധർവൻ? ഗന്ധർവ, ഇന്ദ്രലോകത്തിന്റെ നിയമങ്ങൾ നീ തെറ്റിച്ചിരിക്കുന്നു. ഗന്ധർവന്റെ പരിശുദ്ധിയെ നീ കളഞ്ഞിരിക്കുന്നു. ഇതെന്താ നാടക വേഷോ? ഇതെവിടെ നീ വാതില്? ഇതിനുള്ള ശിക്ഷ നീ അനുഭവിക്കേണ്ടിയിരിക്കുന്നു ഗന്ധർവ. ഇന്ദ്രദേവ, ഞാൻ അയ്യോ അയ്യോ. എടാ ഇന്ദ്ര, താൻ എന്തോടെ കാട്ടിക്കുന്നത്? എന്റെ വീടിന്റെ പകുതി ഭാഗം പൊളിച്ചിട്ടിട്ടല്ലേ തന്റെ ഈ സ്വർണ്ണമാതിരി ഇവിടെ കൊടുത്ത് വെച്ചിരിക്കുന്നത്? താൻ എന്താ ഈ കസാരയിൽ നിന്ന് ഇറങ്ങത്തില്ല? ഇവിടെ എത്ര കസാര ഇരിക്കുന്നോടോ? അതിൽ വന്നിരിക്കും. എന്റെ വീട് ഇങ്ങനെ നശിപ്പിക്കാൻ. ഞാൻ ഈ കസാരയിൽ നിന്നിറങ്ങിയാൽ ഇത് തട്ടിയെടുക്കാൻ തന്നെ ഒരുപാട് പേര് ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഓ, അപ്പൊ അവിടെ ഉണ്ടല്ലോ രാഷ്ട്രീയം. ഇവിടുത്തെ മന്ത്രിമാരും അതെ കസാരയ്ക്ക് വേണ്ടി അടിയാ. അപ്പൊ അവിടെ അതുപോലെ തന്നെയല്ലേ? പക്ഷെ അതും പറഞ്ഞ് ഈ കസാര ഇവിടെ ഇടാൻ പറ്റത്തില്ല. എന്റെ വീടിന്റെ പകുതി ഭാഗം പോകുന്നത് ഞാൻ അധ്വാനിച്ച് കെട്ടിയ വീടാ. ഇറങ്ങടെ ഇന്ദിരേ. ഇന്ദ്രയല്ല നാം, ഇന്ദ്രദേവനാണ്. ഈ നാമനോട് ഇറങ്ങാൻ പറയാൻ നീ ആരാ? അത് ശരി. എന്റെ വീട്ടിൽ പറയാൻ വന്നിട്ട് ഞാൻ ആരാണെന്ന് ചോദിക്കുന്നു. താൻ ആരാടാ? താൻ ഇന്ദ്രനായാലും ചന്ദ്രനായാലും ചന്തയായാലും മര്യാദക്ക് ഈ കസാര ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോ. ആ കസാര ഇവിടെ ഇട്ടിട്ട് എന്റെ ടൈലൊക്കെ പൊളിയുന്നു. ഇതെങ്ങാനും ഇവിടുത്തെ കുത്തോണ്ടയില്ലെങ്കിൽ ഇത് തൈക്കളവ തന്നെ അടിച്ചു ചേർക്ക മിണ്ടാതെ കുറെ നേരം ഞാൻ കേട്ടോണ്ടിരിക്കണു. ആരാണ് നിന്റെ തൈക്കളവൻ? ആഹാ, തൈക്കളവൻ എത്ര തൈക്കളവൻ? നിനക്ക് എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ ഇന്ദ്രലോകത്തെ ഏറ്റവും സുന്ദരനായ പുരുഷനാ. ഇവിടുത്തെ ആൾക്കാരെ ഡോക്ടർമാരെ കാണിക്കുന്ന പോലെ അവിടുത്തെ ഇന്ദ്രലോകത്തെ ആൾക്കാരെ വൈദ്യന്മാരെ കാണിക്കുന്നല്ല. ഒക്കെ കണ്ണുപെട്ടന്മാരാന്ന് തോന്നുന്നു. സുന്ദരന എത്ര സുന്ദർ. JK, എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ആദ്യം നല്ല രീതിയിലല്ലേ സംസാരിച്ചായിരുന്നത്? ഇപ്പൊ എന്തോ ഒരു തരം ബേബി. നീ ഉദ്ദേശിച്ച കുതിര ലാംഗ്വേജ് അല്ലേ? ഞാൻ അങ്ങനെ തന്നെയാണ്. ബേസിക്കലി ഞാൻ ഇങ്ങനെയാണ്. പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ ജാഡ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇടുമ്പോ സംസാര രീതി മാറും. നിങ്ങളുടെ ഇന്ദ്രദേവന്റെ എന്തി അവനോട് ക്ഷമിച്ചാലും ഇവനിത് എവിടെ നിന്നു? തീത് ഏതാണ്? മാറിക്ക്, പിടിവിട്. ബേബി, കുട്ടി വേതാളെ ആരാടാ നീ? എന്റെ ചെറുക്കിന് മീത് വലിഞ്ഞു കയറാൻ നിൽക്കുന്ന. ഞാൻ കുട്ടി വേതാളാന്നോ? കൊച്ചേർക്ക കളിക്കാൻ നിൽക്കല. ഞാൻ ഗന്ധർവനാ. കുട്ടി ഗന്ധർവൻ അല്ല. ഈ വലിയ ഇന്ദ്രദേവനും ചെറിയ കുട്ടി ഗന്ധർവനും ഒക്കെ കൂടി എന്തിനാ ഇങ്ങടെ എഴുന്നള്ളി വന്നിരിക്കുന്നത്? എന്റെ വീട്ടില് വല്ല ഇന്ദ്രലോകം തുടങ്ങാനുള്ള വല്ല ഉദ്ദേശമുണ്ടോ? ഞാൻ ഇവിടെ വന്നത് തേത്തേഗന്ധർവന് വേണ്ടിയാണ്. തേത്തേഗന്ധർവനെ അതെ കൊണ്ടുപോകാൻ വല്ല ഉദ്ദേശം ഉണ്ടല്ലോ. ഇന്ദ്രനാണോ വലിയതാണെന്ന് നോക്കില്ല. കാലി വരെ നിലത്തടിക്കും ഞാൻ. എന്നൊന്നും പറയാൻ അനുവദിച്ചേക്ക. അയ്യേ, നിങ്ങളുടെയൊക്കെ വേഷം ധരിച്ചപ്പോ സനി മനുഷ്യന്മാരുടെ സ്വഭാവം ഉള്ളിലേക്ക് വന്നു തുടങ്ങി. ഇന്ദ്രദേവ, അങ്ങ് ആഗമനം ചെയ്തതിന്റെ ഉദ്ദേശം ഇതുവരെയായിട്ടും പറഞ്ഞില്ല. മനുഷ്യന്മാരുടെ ലോകത്ത് ഒരു മനുഷ്യനായിട്ടാ ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നത്. ഈ നിമിഷത്തിൽ തന്നെ എന്റെ വിചാരങ്ങൾക്കും വികാരങ്ങൾക്കൊക്കെ മാറ്റം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അങ്ങനെ സംഭവിച്ചതെന്നും. ശിശു, അതെ, ഈ വീർക്കുന്ന സാധനം എനിക്കും കൂടെ ഒന്ന് തരൂ. ജിം ഗന്ധർവ, അങ്ങ് നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുകയാണോ? സാരമില്ല, ഞാൻ തരാം. പക്ഷെ എന്റെ തേത്തെ തുടരുത്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തേത്തേഗന്ധർവൻ ഇങ്ങനൊരു പാത തെരഞ്ഞെടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഠിനമായ ശിക്ഷ തന്നെയാണ് അങ്ങേക്ക് വിധിച്ചിരിക്കുന്നത്. ഇന്ദ്രദേവ, ശിക്ഷ നൽകാനോ? എന്റെ തേത്തേക്കോ? പാടില്ല.
ഞാൻ കാരണോ തേത്തെ ഈ ജീവിതത്തിലേക്ക് വന്നത്. അതിന് തേത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. താങ്കൾ പറയുന്നത് ശരിയായിരിക്കും, പക്ഷേ ഇന്ദ്രലോകത്തെ നിയമങ്ങൾ തെറ്റിക്കാൻ പറ്റില്ല. ഇന്ദ്രവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ ലഭിക്കും. ഒരു തരത്തിൽ യന്ത്രവന്മാരെന്ന് പറഞ്ഞ ശാപം കിട്ടിയ ജന്മങ്ങളാണെന്നും പറയും. ഗുരുദേവ, അങ്ങയോട് പറഞ്ഞതിനും ചെയ്തതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കാം. എൻ്റെ തേത്തി ഒന്നും ചെയ്യരുത്. തിക്തിയുടെ എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ ഏറ്റുമേടിക്കാം. ജെ.കെ., നീ ഇത്രയധികം എന്നെ പ്രണയിക്കുന്നുണ്ടോ? ഇങ്ങനൊരു വിധി എനിക്ക് വരുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജെ.കെ. നിന്നെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയത്. എനിക്ക് വിഷമമല്ല, എല്ലാത്തിനും ഞാൻ തയ്യാറാണ്. പറ്റില്ല തെറ്റ്, നമ്മൾ രണ്ടുപേരും കൂടിയല്ലേ തെറ്റ് ചെയ്തത്. അപ്പോൾ നിന്റെ ശിക്ഷ പകുതിയിൽ എനിക്ക് തരാൻ പറ. നിന്നെ ഒറ്റയ്ക്ക് ഞാൻ വിടില്ല. എനിക്ക് നിന്നെ മനുഷ്യനായി വേണം. എൻ്റെ കൂടെ എന്തെങ്കിലും വഴിയുണ്ട്? ഒരു വഴിയുണ്ട്. ഇത്രയധികം നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഗന്ധർവന്റെ ശിക്ഷ താങ്കൾ ഏറ്റുവാങ്ങേണ്ടി വരും. ശാപമായാലും ശിക്ഷയായാലും ഞാൻ ഏറ്റുമേടിക്കാം. ജെ.കെ., നീ ഇത് എന്നെ അറിഞ്ഞിട്ടാ ഇന്ദ്രലോകത്തെ ഗന്ധർവന്മാർക്കുള്ള ശിക്ഷ കാഠിന്യമേറിയത്? നീ ഒന്നും പറയണ്ട. എന്തായാലും ഞാൻ ഏറ്റുമേടിക്കാം. നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി തേത്തെ. ഇന്ദ്രദേവ, നീ ചെയ്തിരിക്കുന്ന കാര്യം നിസ്സാരമൊന്നല്ല. ഗന്ധർവന്മാർ ഭൂമിയിലേക്ക് വന്നാൽ അവർ സംഗമിക്കേണ്ടത് സ്ത്രീകളുമായാണ്. പക്ഷേ നീ കാരണം അത് തെറ്റി. അതുകൊണ്ട് നിസ്സായമായ ഒരു ശിക്ഷ ഞാൻ നിനക്ക് നൽകുന്നു പോകുന്നില്ല. ഇന്ദ്രദേവ, ഇത് വേണ്ടിയിരുന്നില്ല. ഇതും വല്ലാത്ത ശാപമായി പോയി. ശപിച്ചത് തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്തായാലും ഗന്ധർവന് ഇനി മനുഷ്യനായി തന്നെ ഈ ലോകത്ത് ജീവിക്കാം. അതിനൊരു തടസ്സവുമില്ല. എനിക്ക് പോവേണ്ട സമയമായി. അല്ല, എൻ്റെ കൂടെ ഒരെണ്ണം വന്നിരുന്നല്ലോ, അതെവിടെ? ആ വന്ന മുതല് ദാ അവിടെ ഇരിക്കുന്നുണ്ട്. ഇന്ദ്രദേവ, വരുന്നു. ഇതൊക്കെ ഞാൻ എടുക്കുന്നുണ്ടേ. അവിടെ ഇതൊന്നും കിട്ടത്തില്ല. നല്ല ടേസ്റ്റ്. നമ്മളിപ്പോ പട്ടിണിയായല്ലോ. അല്ല, ഇതേതാ സ്ഥലം? നമുക്ക് അവിടുന്ന് തന്നെ അപ്രത്യക്ഷരാവായിരുന്നു. ഇതാ ആസ്ഥാന കോഴി ഗന്ധർവ. നീ ഒറ്റടുത്തന്നെ ഈ പ്രശ്നം മുഴുവൻ. നിന്നെ ഞാൻ ഭൂമിയിലേക്ക് വിടില്ല, നരകത്തിലേക്ക് വിടില്ലോടാ. ഇന്ദ്രദേവ, ചതിക്കല്ലേ. യോഗി ഗന്ധർവ, ഞാൻ ഇപ്പോഴാ അങ്ങയെ ശ്രദ്ധിക്കുന്നത്. എന്ത് ശ്രദ്ധിക്കുന്നതെന്നാ ഈ പറയുന്നേ? അല്ല, അങ്ങയുടെ ഈ സൗന്ദര്യം, ഹോട്ട്നെസ്. ഇന്ദ്രദേവ, ഗന്ധർവ, നിൽക്കൂടെ? ബേബി, ആർ യു ഓക്കേ? വിളിച്ചമ്മ തന്നെ എന്റെ ദേഹം വേദനിപ്പിച്ചപ്പോ സമാധാനായില്ലേ? വല്ലാത്തൊരു ശാപം തന്നെ എനിക്ക് കിട്ടിയത്. ഇത് നിന്ന് എനിക്ക് മോചനം ഉണ്ടാവും. ഒരു ദിവസം എല്ലാം ശരിയാവും ബേബി. ഞാനിപ്പോ പൂർണ്ണമായൊരു സ്ത്രീയുടെ രൂപത്തിലാ. എനിക്കിനി കുട്ടികളെങ്ങാനും ഉണ്ടാവോ? പേടിക്കണ്ട ജെ.കെ., ഗന്ധർവന്മാർക്ക് കുട്ടികൾ ഉണ്ടാവില്ല. പക്ഷേ ഇപ്പൊ പൂർണ്ണമായി മനുഷ്യനായില്ലേ? മനുഷ്യനായാലും ആ ശാപം ഒരിക്കലും വിട്ടുപോവില്ല. ബേബി, എവിടെയാ എന്റെ തേത്തേ ബേബി? ആഹാ, എന്റെ ബേബി ഇവിടെ വിളിച്ചിരിക്കുകയായിരുന്നോ? കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? രാവിലെ എനിക്ക് തന്നതൊക്കെ തിരിച്ചു തരണ്ടേ ഞാൻ? ഇങ്ങ് വാ. എന്തായാലും ഇന്ദ്രദേവനെ മുഴുവനായിട്ട് പെണ്ണാക്കാനും നന്നായി. ഞാനോളിച്ചിരുന്നു എന്നല്ല, ഞാൻ ചുമ്മാ ഇവിടെ ഇരുന്നത്. എന്റെ തേത്തേ ബേബി, രാവിലെ ഞാനൊരു പെണ്ണായി മാറിയാൽ എന്നോട് ചെയ്യുന്നൊക്കെ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാ. കാരണം അതിനെ ഇരട്ടിയായിരിക്കും ഞാൻ തിരിച്ചു തരുന്നത്. ഇവിടെ വാ. ഇവിടെ ജെ.കെ., വീട് ജെ.കെ.